ആദ്യ ഭാഗം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച റെസ്പോൺസുകൾ നേടി ടൊവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയുടെ ഫസ്റ്റ് ഷോ റിവ്യൂ റെസ്പോൺസ് ആണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ ആദ്യ ഭാഗം ഇപ്പോഴത്തെ കഴിയുമ്പോൾ മികച്ച റെസ്പോൺസ് തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും വരുന്നത്. എന്തൊക്കെയാണ് ചിത്രം കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകരുടെ തന്നെ ചിത്രത്തിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുടെ ആദ്യ പകുതിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ടൊവിനോയുടെ എൻട്രി പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ വലിയൊരു ആരവം സൃഷ്ടിക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ടൊവിനോയുടെ ഒരു മാസ് ഗെറ്റപ്പ് തന്നെ ചിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. ടൊവിനോയ്ക്കൊപ്പം തന്നെ കയാദു ലോഹറും സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുമ്പോൾ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്ന ബാബുരാജും വിജയരാഘവനും ജോണി ആന്റണി സുധീർ കരവനൊക്കെയാണ്. എന്തൊക്കെയാണ് ജനഗണമന ക്യൂൻ തുടങ്ങിയ ചിത്രങ്ങളുമായിട്ട് കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയിട്ടാണ് ഇത്തവണ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു പീരിയഡ് ഡ്രാമ ആക്ഷൻ ചിത്രം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. എന്തൊക്കെയുള്ള സെക്കൻഡ് ഹാഫിനും കൂടെ മികച്ച റെസ്പോൺസുകൾ നേടിയെടുക്കാൻ സാധിച്ച ഒരുപക്ഷെ ഈ ഒരു വർഷത്തെ വിഷു ചിത്രങ്ങളിൽ തന്നെ വൻ വിജയം നേടാനും അതോടൊപ്പം 2026 മറ്റൊരു 100 കോടി 200 കോടി ചിത്രമായിട്ട് മാറാനോ ടൊവിനോ തോമസ് ചിത്രത്തിന് സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുകയും ചിത്രത്തിന്റെ രണ്ടാം പകുതിക്കായിട്ട്. അപ്പം നിങ്ങൾ എത്ര പേരാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു സിനിമ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.